ഗുഡ് ആഫ്റ്റർനൂൺ. ബേസിക് സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് സയൻസിലെ 2 അധ്യായങ്ങളാണ് നമ്മളിവിടെ പൂർത്തിയാക്കി കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 3ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. അപ്പോൾ 1ാമത്തെ അധ്യായത്തിൽ നമ്മൾ കൃഷിയെക്കുറിച്ചും വിവിധ കൃഷിരീതികളുമൊക്കെ പരിചയപ്പെട്ടു. 2ാമത്തെ അധ്യായത്തിൽ പ്രകാശത്തിൻ്റെ 3 വിസ്മയങ്ങളെയും പരിചയപ്പെട്ടു. ഈ അധ്യായത്തിൽ നമുക്ക് രസകരമായ ഒരുപാട് പരീക്ഷണങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചു പരീക്ഷണത്തിലൂടെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇവിടെ ഞാൻ കപ്പിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം എടുത്തിട്ടുണ്ട്. ഇത് ഒഴിഞ്ഞ മറ്റൊരു കപ്പാണ്. ഈ ദ്രാവകത്തെ നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിച്ചു നോക്കാം. എന്ത് മാറ്റമാണ് വരുന്നതെന്ന് എല്ലാവരും നിരീക്ഷിക്കുക. നോക്കൂ, ഇപ്പോൾ ഈ ദ്രാവകത്തിൻ്റെ നിറം എന്തായി? മഞ്ഞ നിറമായത് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ ദ്രാവകത്തിൻ്റെ നിറം മഞ്ഞ നിറമായത്? ഞാൻ ഇവിടെ എടുത്ത ചുവന്ന നിറത്തിലുള്ള ദ്രാവകം പതിമുഖ ലായനിയായിരുന്നു. ഈ ഒഴിഞ്ഞ ഗ്ലാസ്സിൽ നാരങ്ങ നീര് പുരട്ടിയിട്ടുണ്ടായിരുന്നു. പതിമുഖ ലായനി നാരങ്ങ നീരിലേക്ക് ഒഴിച്ചപ്പോൾ പതിമുഖ ലായനിയുടെ നിറം മഞ്ഞ നിറമായി മാറി. ഇനി കൂട്ടുകാർക്ക് പതിമുഖം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരു പരീക്ഷണവും ചെയ്തു നോക്കാം. ഇത് നോക്കൂ, ഒരു ചെടിയിൽ 3 പൂക്കൾ നിൽക്കുന്നത് എല്ലാവർക്കും കാണുന്നില്ലേ? ഇനി നമുക്ക് ഈ പൂക്കളെ ഈ പഞ്ഞി കഷ്ണം കൊണ്ട് ഒന്ന് തുടച്ചു നോക്കാം. നോക്കൂ, ഈ പൂവിൻ്റെ നിറം എന്തായി? നല്ല ഭംഗിയുള്ള ചുവന്ന ഒരു പൂവ് നമുക്ക് കിട്ടി. ഇനി മറ്റ് 2 പൂക്കൾ കൂടി തുടച്ചു നോക്കാം. എല്ലാവരും കണ്ടല്ലോ. ഈ ചെടിയിലെ പൂക്കൾ വരച്ചിരുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഉരച്ചുകൊണ്ടായിരുന്നു. ഈ നനഞ്ഞ പഞ്ഞിയെ നാരങ്ങ നീരിൽ മുക്കിയതായിരുന്നു. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ ഉരച്ച ഭാഗത്ത് നാരങ്ങ നീര് പുരട്ടിയപ്പോൾ ചുവന്ന നിറം ലഭിച്ചു. ഇതുപോലെ ചെമ്പരത്തിപ്പൂ ഉരച്ച പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പല ദ്രാവകങ്ങളും വസ്തുക്കളിലും മുക്കി നോക്കി നിറം മാറ്റം നിരീക്ഷിക്കാം. അപ്പോൾ പരീക്ഷണം ചെയ്യാൻ കൂട്ടുകാരെല്ലാം തയ്യാറാണല്ലോ? അപ്പോൾ നമുക്കും ഒരു ചെമ്പരത്തി പേപ്പർ തയ്യാറാക്കി നോക്കിയാലോ? അതിനു വേണ്ട സാമഗ്രികൾ: ഒരു വെളുത്ത പേപ്പർ, അതുപോലെ ഒരു ചെമ്പരത്തിപ്പൂവ്. ഇനി ഇതുപയോഗിച്ച് ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. എല്ലാവരും ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഇനി ഈ പേപ്പറിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാം. ഒരു ബോക്സിലാക്കി ഈ പേപ്പറുകൾ നമുക്ക് സൂക്ഷിച്ചാൽ പരീക്ഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ദ്രാവകങ്ങളും ഭക്ഷ്യവസ്തുക്കളിലും ഒക്കെ മുക്കി നോക്കി നിറം മാറ്റം നിരീക്ഷിച്ചു നോക്കിയാലോ? എല്ലാവരും പരീക്ഷണം ചെയ്യാൻ തയ്യാറല്ലേ? അപ്പോൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് വേണം? പരീക്ഷണക്കുറിപ്പ് കൂടി തയ്യാറാക്കണം. അപ്പോൾ പരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? ലക്ഷ്യം വേണം, വേണ്ടേ? എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം? അതെ, ചെമ്പരത്തി പേപ്പറിൽ നിറം മാറ്റം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. സാമഗ്രികളോ? ഒന്നാമത്തെ വേണ്ടത് ഈ ചെമ്പരത്തി പേപ്പർ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഏത് ദ്രാവകങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ഉപയോഗിക്കാം.
ഇവിടെ പരീക്ഷണത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ഒന്ന് ശുദ്ധജലം, പുളിവെള്ളം, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, നാരങ്ങ നീര്, സുർക്ക അഥവാ വിനാഗിരി, വെളിച്ചെണ്ണ, അതുപോലെ ഓറഞ്ച്, ഒരു കഷ്ണം തക്കാളി. ഇനി പരീക്ഷണം ചെയ്യുന്നത് എല്ലാവരും നന്നായി ശ്രദ്ധിച്ചു നോക്കുക. ഇതില് ഈ തന്നിരിക്കുന്ന ദ്രാവകങ്ങളിൽ നമുക്ക് ഈ ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കി നിറം മാറ്റം നിരീക്ഷിക്കാം. ഇനി നമുക്ക് നിരീക്ഷണം രേഖപ്പെടുത്തണം. അതിനെന്ത് വേണം? 2 കോളങ്ങൾ വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തില് ഉപയോഗിച്ച വസ്തു അഥവാ സബ്സ്റ്റൻസ്, രണ്ടാമത്തെ കോളത്തില് ചെമ്പരത്തി പേപ്പറിനുണ്ടായ നിറം മാറ്റം, കളർ ചേഞ്ച് ഓഫ് ഹിബിസ്കസ് പേപ്പർ. ഇനി നമുക്ക് ഓരോ ദ്രാവകങ്ങളിലായി ഈ ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. ആദ്യം ശുദ്ധജലത്തില് ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. നോക്കൂ, ചെമ്പരത്തി പേപ്പറിന് ഒരു നിറം മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി പുളിവെള്ളത്തിലേക്ക് ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. നിറം മാറ്റം നിരീക്ഷിക്കുക. നോക്കൂ, ചെമ്പരത്തി പേപ്പറിന്റെ നിറം എന്തായി? ചുവപ്പായി മാറി. അപ്പോൾ നിങ്ങൾ ഓരോ കുളത്തിൽ എന്തെഴുതണം? പുളിവെള്ളം എഴുതുക. ചെമ്പരത്തി പേപ്പറിന്റെ നിറം മാറ്റം എന്നുള്ളിടത്ത് ചെമ്പരത്തി പേപ്പർ ചുവന്ന നിറമായി മാറി, അഥവാ ഹിബിസ്കസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. ഇനി മൂന്നാമത് പഞ്ചസാര ലായനിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. നോക്കൂ, പഞ്ചസാര ലായനിയിൽ മുക്കിയ ചെമ്പരത്തി പേപ്പറിന് നിറം മാറ്റം ഉണ്ടായില്ല. നോ കളർ ചേഞ്ച് ടു ഹിബിസ്കസ് പേപ്പർ. ഇനി അടുത്തത് ഉപ്പ് ലായനിയാണ്. ഉപ്പ് ലായനിയിലേക്ക് ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കുന്നു. ഒരു നിറം മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി അടുത്തത് നാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങയുടെ നമ്മൾ മുന്നേ ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടെ ചെയ്തു നോക്കാം. നോക്കൂ, ചെമ്പരത്തി പേപ്പർ ചുവന്ന നിറമായി മാറിയിരിക്കുന്നു. അടുത്തത് സുർക്ക അഥവാ വിനാഗിരി. ഇതിലേക്ക് ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. സുർക്കയിൽ മുക്കിയപ്പോഴും ചെമ്പരത്തി പേപ്പർ ചുവന്ന നിറമായി മാറി. ഹിബിസ്കസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. ഇനി അടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ നമുക്ക് ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. നോ കളർ ചേഞ്ച്. ചെമ്പരത്തി പേപ്പറിന് നിറം മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി അടുത്തത് ഒരു തക്കാളി കഷ്ണത്തിൽ ഈ ചെമ്പരത്തി പേപ്പർ ഒന്ന് ഉരച്ചു നോക്കാം. കണ്ടോ, ചെമ്പരത്തി പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഓറഞ്ച് കഷ്ണം ഈ ചെമ്പരത്തി പേപ്പറിൽ ഉരച്ചു നോക്കാം. കണ്ടല്ലോ, ചെമ്പരത്തി പേപ്പർ ചുവന്ന നിറമായി മാറിയിരിക്കുന്നു. ഇപ്പോ ചെമ്പരത്തി പേപ്പറിൽ നിറം മാറ്റം ഉണ്ടാക്കിയ വസ്തുക്കൾ ഏതെല്ലാമെന്ന് എല്ലാവരും കണ്ടല്ലോ. ഇനി പരീക്ഷണക്കുറിപ്പ് പൂർത്തിയാക്കുക. നിങ്ങളുടെ നിഗമനവും രേഖപ്പെടുത്തുക. നമ്മുടെ സ്കൂളിൽ പരീക്ഷണശാലയിൽ വെച്ച് ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ചെമ്പരത്തി പേപ്പറിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് ലിറ്റ്മസ് പേപ്പറുകൾ. വെളുത്ത പേപ്പറിൽ ചെമ്പരത്തി പൂക്കൾ ഉരച്ചുകൊണ്ടാണ് നമ്മൾ ചെമ്പരത്തി പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ലൈക്കണുകളിൽ നിന്നാണ് സാധാരണ ലിറ്റ്മസ് പേപ്പറുകൾ നിർമ്മിക്കുന്നത്. പരീക്ഷണശാലയിൽ 2 നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളാണുള്ളത്. ഒന്ന് നീല നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ. അതിൻ്റെ ഉള്ളിലെ പേപ്പറുകൾ ഇതേ രീതിയിലാണ് കാണുന്നത്. അതുപോലെ ചുവന്ന നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ, അതിന് ഇത്തരത്തിലുള്ള പേപ്പറുകളാണ് കാണുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളാണ്, ചുവന്ന ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും. അപ്പോൾ ചെമ്പരത്തി പേപ്പറിന് പകരം പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്നത് നീല ലിറ്റ്മസ് പേപ്പറുകളാണ്.
അപ്പോൾ ഈ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ നമ്മൾ പരീക്ഷണം ചെയ്ത ദ്രാവകങ്ങളിലെല്ലാം മുക്കി നോക്കി നിറം മാറ്റം നിരീക്ഷിക്കാം. അപ്പോൾ ഇതിനും നിങ്ങളൊരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. നേരത്തെ തയ്യാറാക്കി അതുപോലെ തന്നെ ഒരു പരീക്ഷണക്കുറിപ്പ് ഇവിടെയും നമുക്ക് തയ്യാറാക്കണം. ഇവിടെ നമ്മൾ ചെമ്പരത്തി പേപ്പറിന് പകരം ലിറ്റ്മസ് പേപ്പർ ആണ് ഉപയോഗിക്കുന്നത്. മറ്റ് വസ്തുക്കളൊക്കെ ആദ്യം ഉപയോഗിച്ച് തന്നെ. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. എല്ലാവരും പരീക്ഷണം നന്നായി നിരീക്ഷിക്കുക. ആദ്യം നമുക്ക് വെള്ളത്തിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. നോക്കൂ, ഒരു നിറം മാറ്റവും ഉണ്ടായില്ല. നോ കളർ ചേഞ്ച് ടു ദ ലിറ്റ്മസ് പേപ്പർ. ഇനി പുളിവെള്ളത്തിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. നോക്കൂ, ലിറ്റ്മസ് പേപ്പർ ചുവന്ന നിറമായി മാറിയിരിക്കുന്നു. ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. ഇനി പഞ്ചസാര ലായനിയിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. നോ കളർ ചേഞ്ച് ടു ദ ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പറിന് ഒരു നിറം മാറ്റവും സംഭവിച്ചില്ല. ഇനി ഉപ്പു ലായനിയിലേക്ക് നമുക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. ലിറ്റ്മസ് പേപ്പറിന് നിറം മാറ്റം സംഭവിക്കുന്നില്ല. നോ കളർ ചേഞ്ച് ടു ലിറ്റ്മസ് പേപ്പർ. അടുത്തത് നാരങ്ങ നീര്. നാരങ്ങ നീരിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയിരിക്കുന്നു. ഇനി അടുത്തത് വിനാഗിരി അഥവാ സുർക്കയിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയിരിക്കുന്നു. ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. അടുത്തത് വെളിച്ചെണ്ണയിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. കളർ ചേഞ്ച് ഉണ്ടായിട്ടില്ല. നോ കളർ ചേഞ്ച് ടു ലിറ്റ്മസ് പേപ്പർ. അടുത്തത് ഓറഞ്ച് നീര് പുരട്ടി നോക്കാം. ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. അടുത്തത് തക്കാളി നീര് പുരട്ടി നോക്കാം. നോക്കൂ, ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയിരിക്കുന്നു. അഥവാ ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. അപ്പോൾ എല്ലാവരും രണ്ട് പരീക്ഷണങ്ങളും കണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങളിലൂടെയും നിങ്ങൾ എന്തൊക്കെ നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നത്? അതെ, ചില വസ്തുക്കൾ ചെമ്പരത്തി പേപ്പറിലും ലിറ്റ്മസ് പേപ്പറിലും നിറം മാറ്റം വരുത്തുന്നു. ചില വസ്തുക്കൾ ചെമ്പരത്തി പേപ്പറിലും ലിറ്റ്മസ് പേപ്പറിലും നിറം മാറ്റം വരുത്തുന്നില്ല. അതുപോലെ തന്നെ ചെമ്പരത്തി പേപ്പറിൽ നിറം മാറ്റം വരുത്തുന്ന വസ്തുക്കളെല്ലാം നീല ലിറ്റ്മസ് പേപ്പറിലും നിറം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഈ നിറം മാറ്റം വരുത്തിയ വസ്തുക്കൾക്ക് പൊതുവായി എന്തെങ്കിലും സവിശേഷതകളുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതൊക്കെ വസ്തുക്കളാണ് ചെമ്പരത്തി പേപ്പറിലും നീല ലിറ്റ്മസ് പേപ്പറിലും നിറം മാറ്റം വരുത്തിയത്? എല്ലാവരും പരീക്ഷണം കണ്ടല്ലേ? ഏതൊക്കെ വസ്തുക്കളായിരുന്നു? അതെ, നാരങ്ങ നീര്, അതുപോലെ സുർക്ക, പുളിവെള്ളം, ഓറഞ്ച് നീര്, തക്കാളി നീര്. ഈ വസ്തുക്കളൊക്കെ ചെമ്പരത്തി പേപ്പറിനെയും നീല ലിറ്റ്മസ് പേപ്പറിനെയും ചുവപ്പ് നിറമാക്കി മാറ്റി. അപ്പോൾ ഈ വസ്തുക്കൾക്ക് പൊതുവായി എന്ത് രുചിയാണുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇവയ്ക്കെല്ലാം പുളിരുചിയാണ്. അപ്പോൾ ഈ പുളിരുചിയുള്ള വസ്തുക്കളെല്ലാം നീല ലിറ്റ്മസ് പേപ്പറിനെയും നീല ചെമ്പരത്തി പേപ്പറിനെയും ചുവന്ന നിറമാക്കി മാറ്റി. അപ്പോൾ ഈ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചില വസ്തുക്കളുടെ സാന്നിധ്യം കാരണമാണ് ഇവ ചെമ്പരത്തി പേപ്പറിലും ലിറ്റ്മസ് പേപ്പറിലും നിറം മാറ്റം വരുത്തിയത്. അപ്പോൾ ഈ വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് ആസിഡുകൾ. അപ്പോൾ ആസിഡുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ആസിഡുകൾക്ക് പൊതുവിൽ പുളിരുചിയായിരിക്കും. അവ നീല ലിറ്റ്മസ് പേപ്പറിനെയും നീല ചെമ്പരത്തി പേപ്പറിനെയും ചുവപ്പ് നിറമാക്കി മാറ്റുന്നു.
അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പല ഭക്ഷ്യവസ്തുക്കളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന പുളി, വാളൻ പുളി, അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് ടാർട്ടാറിക് ആസിഡ്. അതുപോലെ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ്. അതുപോലെ ഓറഞ്ചിലും സിട്രിക് ആസിഡ് തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. തക്കാളിയിൽ അടങ്ങിയ ആസിഡിന്റെ പേരാണ് ഓക്സാലിക് ആസിഡ്. അതുപോലെ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ വിനാഗിരി അഥവാ സുർക്ക ഉപയോഗിക്കും. ഈ സുർക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസെറ്റിക് ആസിഡ്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ നെല്ലിക്കയിൽ അടങ്ങിയ ആസിഡാണ് അസ്കോർബിക് ആസിഡ്. അപ്പോൾ പുളിരുചിയുള്ള മിക്കവാറും വസ്തുക്കളിലൊക്കെ പലതരം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാര് മറ്റു ഭക്ഷ്യവസ്തുക്കളിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷ്യവസ്തുക്കളിലും മറ്റ് ദ്രാവകങ്ങളിലും ഒക്കെ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചും ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ചും പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. എന്നിട്ട് നിറം മാറ്റം നിരീക്ഷിക്കുക. ഏതൊക്കെ വസ്തുക്കളിൽ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. എന്നിട്ട് വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളുടെ പേരുകൾ കണ്ടെത്തി ടീച്ചർക്ക് അയച്ചു തരിക. എല്ലാവരും സോഡ വാട്ടർ കുടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സോഡ കുടിക്കാത്തവരുണ്ടാവില്ലല്ലോ. ഈ സോഡയിലും ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആ ആസിഡിന്റെ പേരാണ് കാർബോണിക് ആസിഡ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും അല്ലേ? പുളിരുചിയുള്ള വസ്തുക്കളിലൊക്കെ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറ്റു ഭക്ഷ്യവസ്തുക്കളും ദ്രാവകങ്ങളിലും ഒക്കെ നീല ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പേപ്പറും ഉപയോഗിച്ച് പരീക്ഷണം നടത്തി ആസിഡ് സ്വഭാവമുള്ള വസ്തുക്കൾ ഏതൊക്കെയെന്ന് കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. അത് കണ്ടെത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു തരിക. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ആസിഡുകളെയാണ്. ആസിഡുകളുടെ 2 പൊതുവായ സവിശേഷതകൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. അതായത് ആസിഡുകൾക്ക് പുളിരുചിയാണ്. Acids have sour taste. They turn blue litmus paper to red. ആസിഡുകൾക്ക് പുളിരുചിയാണ്. അവ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ആസിഡുകളുടെ മറ്റ് ചില സവിശേഷതകളുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.